പ്രേക്ഷകർക്ക് മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയുന്നത് അവരുടെ ആത്മാർത്ഥ സ്നേഹം ഇനി നിങ്ങൾ കാണും തീർച്ച എന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പൂമ്പാറ്റയെ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. അവരുടെ ആത്മാർത്ഥ സ്നേഹം നിങ്ങൾ ഇതുവരെ കൃത്യമായ രീതിയിൽ തിരിച്ചറിഞ്ഞില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ച് അവർ ആത്മാർത്ഥമായ സ്നേഹം നൽകുമ്പോൾ നിങ്ങൾ ഒരു കളിതമാശയായിട്ടാണ് അതിനെ കണ്ടത്. അല്ലെങ്കിൽ അവർ ഇത്രയേറെ സ്നേഹം നിങ്ങളിൽ ചൊരിഞ്ഞിട്ടുണ്ടോ, നിങ്ങളിൽ നൽകിയിട്ടുണ്ടോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ സ്നേഹത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്കിതുവരെ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരവസരം ലഭിക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. ആ വ്യക്തി അധികം ആത്മാർത്ഥമല്ലാതെ ഉള്ളൊരു സ്നേഹമായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതിയത്. അല്ലെങ്കിൽ തനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ വ്യക്തി സഹായിക്കില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ സംഭവങ്ങൾ അങ്ങനെയായിരുന്നില്ല. നിങ്ങൾക്ക് ഈ അടുത്ത സമയത്തുണ്ടായൊരു ബുദ്ധിമുട്ടിൽ ആ വ്യക്തി നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തു, മാനസികമായിട്ട് നിങ്ങൾക്കൊപ്പം ഉറച്ചു നിന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ആ വ്യക്തി നിങ്ങളോട് കാണിച്ച ആത്മാർത്ഥത, സ്നേഹം, അത് വേണ്ടുവോളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംഭവവികാസം ഇതുവരെ ഉണ്ടായില്ലെങ്കിൽ ഇനുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മറ്റുള്ളവർ എന്നെ കണ്ടതുപോലെയല്ല ആ വ്യക്തി എന്നെ കാണുന്നത്. ആ വ്യക്തിക്ക് എന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. ആ വ്യക്തി എന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആ ഒരു ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ, അതിൽ എന്നോടുള്ള ആത്മാർത്ഥത മാത്രമായിരുന്നു. എന്നോട് ആത്മാർത്ഥത ആ വ്യക്തി പുലർത്തിയിരുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടപ്പെടാനുള്ള കാരണവുമായത്. ഞാൻ ഏറ്റെടുത്തത് ഒരു തെറ്റായ തീരുമാനമായിരുന്നില്ല. എൻ്റെ തീരുമാനം ഏറ്റവും നല്ലതായിരുന്നു. എൻ്റെ വ്യക്തി ആ വ്യക്തിയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് വളരെ തീക്ഷ്ണമായി എന്നെ സ്നേഹിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ആ വ്യക്തി സഞ്ചരിക്കുന്നത്. ആ വ്യക്തിക്ക് എന്നെ കൃത്യമായി സ്നേഹിക്കാനുള്ള മനസ്സുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആത്മാർത്ഥമായ സ്നേഹം എനിക്ക് നൽകുന്നുണ്ട്. ആ സ്നേഹം മറ്റാർക്കും ആ വ്യക്തി കൊടുക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആ വ്യക്തിയുടെ സഹായമില്ലായിരുന്നെങ്കിൽ, ആ വ്യക്തിയുടെ മാനസികമായ പിന്തുണയെങ്കിലും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സ്വന്തം നശ്വരതകളും അല്ലെങ്കിൽ സ്വന്തം കുറവുകളും എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ആ വ്യക്തി എന്നെ പറ്റിക്കുകയല്ല, എന്നെ സഹായിക്കുകയായിരുന്നു. ആ വ്യക്തിക്കില്ലാത്ത പല കാര്യങ്ങളും ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് നൽകി. അത് അങ്ങനെ ഒരു മനസ്സ് ആ വ്യക്തിക്ക് ഉണ്ടാവാനുള്ള കാരണം എന്നോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ്. എന്നോട് ആത്മാർത്ഥമായ സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തി എന്നെ ഇത്രയേറെ സഹായിച്ചത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടം മാത്രമാണ്. എനിക്ക് വേണ്ടി ജീവൻ വെടിയാൻ തന്നെ ആ വ്യക്തി തയ്യാറാണ്. അത്രത്തോളം ആത്മാർത്ഥത എന്നോട് കാണിക്കുന്ന വ്യക്തിയാണത്. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങൾക്ക് ബോധ്യമല്ലാത്ത ഈ കാര്യം നിങ്ങൾ ജീവിതാനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നതാണ്. രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് ഇത് നോക്കുന്നത്. സ്നേഹം ഇതുവരെ നിങ്ങൾ അറിഞ്ഞില്ല ആ വ്യക്തിയുടെ പ്രണയം ഇനി നിങ്ങൾ അറിയാൻ പോവുകയാണ്. നിങ്ങൾക്ക് പരിഭവം ഉണ്ടായിരുന്നു, പിണക്കം ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ ഇഷ്ടം, ആ വ്യക്തിയുടെ സ്നേഹം എന്നിവ പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു പറഞ്ഞുകൊണ്ട്. ആ വ്യക്തിയുടെ ഇഷ്ടവും സ്നേഹവും പുറത്തേക്ക് വന്നില്ല എന്നുള്ള പരാതി, പുറത്തേക്ക് ഇതുവരെയും കാണിച്ചില്ല എന്നുള്ള പരാതി, ആ പരാതി മാറുകയാണ്. കാരണം ആ വ്യക്തി കൂടുതൽ പ്രണയിക്കാൻ പോവുകയാണ്. നിങ്ങൾ കൂടുതൽ നിങ്ങളെ പ്രണയിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ആ വ്യക്തി കയറി പടരുകയാണ്. നിങ്ങളെ ഇതുവരെ ആ വ്യക്തി അകറ്റി നിർത്തി എന്നുള്ളൊരു ദുഃഖം നിങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുന്നു, പക്ഷെ എൻ്റെ വ്യക്തി മാത്രം എന്നെ സ്നേഹിക്കുന്നില്ല.
എൻ്റെ വ്യക്തിക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എൻ്റെ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മാത്രം പ്രണയം ഉണ്ടാവുന്നില്ല. മറ്റുള്ളവർ അവരുടെ വ്യക്തികൾ ഒരുപാട് സ്നേഹിക്കുന്നു, ഒരുപാട് ആത്മാർത്ഥത കാണിക്കുന്നു. പക്ഷെ എൻ്റെ വ്യക്തി മാത്രം എന്നോട് സ്നേഹം കാണിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. എന്നോട് ഒരുപാട് പിണക്കം ആ വ്യക്തി കാണിക്കുന്നു, ആ വ്യക്തി എന്നെ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ദുഃഖം നിങ്ങൾക്ക് ആ വ്യക്തിയെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷെ അത് മാറാൻ പോവുകയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ അറിയുന്നു, നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം ഏറ്റവും അടുത്തറിയാൻ പോകുന്നു. ആ വ്യക്തി ഇത്രയും കാലം നിങ്ങളെ സ്നേഹിക്കാതിരുന്നതിലുള്ള ദുഃഖം നിങ്ങൾക്കുണ്ടായിരുന്നു. ആ വ്യക്തിക്കും അതിനെപ്പറ്റിയുള്ളൊരു കുറ്റബോധം ഇപ്പോൾ തോന്നിയിരിക്കുന്നു. കാരണം ഞാൻ എൻ്റെ വ്യക്തിയെ സ്നേഹിക്കേണ്ടതായിരുന്നു, ഞാൻ എൻ്റെ വ്യക്തിയെ കൂടുതൽ ഇഷ്ടപ്പെടേണ്ടതായിരുന്നു. എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ വ്യക്തി പോവില്ല ഒരിക്കലും, ആ വ്യക്തി കരുതുകയാണ്. പക്ഷേ എനിക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ചില മടികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി കരുതുകയാണ്, എനിക്ക് വേണ്ടി ഈശ്വരൻ തന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ മറികടന്ന് അല്ലെങ്കിൽ ആ വ്യക്തിയെ മറന്നുകൊണ്ടൊരു ജീവിതം നിങ്ങളുടെ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും കാലം മനസ്സിൻ്റെ ഉള്ളിൽ ആ സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹം ഇനി പുറത്തേക്ക് വരികയാണ്. ആ സ്നേഹം കൃത്യമായിട്ട് മനസ്സിലാക്കാനും കൃത്യമായിട്ട് അറിയാനും ആ സ്നേഹത്തിൻ്റെ തണലിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വസിക്കാനും കഴിയും. ഇത്രയും കാലം ആ വ്യക്തിയുടെ സ്നേഹം ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്കുണ്ടായിരുന്നു. ഇനി ഒരു മനസ്സും ഇരുമെയ്യുമായി നിങ്ങൾ മാറുകയാണ്. ജീവിതത്തിൽ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും നിങ്ങൾക്കിനി പങ്കുവെക്കുന്നതായിട്ട് തോന്നും. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതും അതാണ്. തൻ്റെ എല്ലാ ദുഃഖങ്ങളിലും തന്നെ സ്നേഹിക്കുന്ന ആൾ കൃത്യമായി തൻ്റെയോടൊപ്പം ഉണ്ടാവണം. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നു. അത് നടന്നു കാണാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അത് ന്യായമാണെന്ന് നിങ്ങളുടെ പോസിറ്റീവ് എനർജിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അങ്ങനെ ആ ന്യായമായ ഇഷ്ടം, ന്യായമായ ആഗ്രഹം അത് സാധിക്കുകയാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. ഒരുപാട് ദുഃഖങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടുകെട്ടായിരിക്കുമ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ഏറ്റവും ആത്മാർത്ഥമായ സമീപനങ്ങൾ നിങ്ങൾക്ക് ഉത്തേജകമാകുകയാണ്. എല്ലാത്തിനും ആ വ്യക്തി എപ്പോഴും കൂടെയുണ്ട്, ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ. ഇതുവരെ നിങ്ങൾ ആ സ്നേഹം അറിഞ്ഞിട്ടില്ല, ഇനി നിങ്ങൾക്ക് ആ സ്നേഹം അറിയാൻ കഴിയും. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. ആ വ്യക്തി എപ്പോഴും സദാ നിങ്ങളെ സ്നേഹിക്കാൻ സന്നദ്ധമായി വന്നിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.